അറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈ മോമോസ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് 2 ടൈപ്പ് ഓഫ് മോമോസ് ഉണ്ടാക്കാൻ പോകുന്നത്, സ്റ്റീംഡ് മോമോസും ഫ്രൈഡ് മോമോസും. അപ്പം സുധിച്ചേന് സ്റ്റീംഡ് രണ്ടും ഇഷ്ടമാണ്, എനിക്ക് സ്റ്റീംഡ് ആവുന്നത് ഇഷ്ടം. അപ്പം അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അപ്പം നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് പോയി നോക്കാം. ഈ മോമോസിനെ കൂട്ടി കഴിക്കാൻ വേണ്ടി നമുക്കൊരു സോസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ മോമോസിനെ കൂട്ടി കഴിക്കാൻ വേണ്ടി ഒരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 3 തക്കാളി മതി, ഈ 2 തക്കാളി ചെറുതാണ്. അപ്പോഴത്തേനും 3 തക്കാളി, വലിയ തക്കാളി ഉണ്ടെങ്കിൽ 3 എടുത്താൽ മതി. എനിക്കിവിടെ 2 ചെറുത് ഉണ്ടായിരുന്നുള്ളൂ, ഞാനിപ്പോൾ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഞെടുപ്പ് കളയണേ, ഞാൻ കളഞ്ഞിട്ടില്ല, ഇതിൻ്റെ ഞെടുപ്പ് കളയണം. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വെള്ളത്തിലിട്ട് വേവിക്കണം. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പം ഇതവിടെ നിന്ന് തിളച്ചിങ്ങനെ, ഇപ്പം ഈ തക്കാളിയുടെയൊക്കെ തോല് നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇതവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മോമോസ് ഉണ്ടാക്കാനുള്ള മൈദ കുഴച്ച് വയ്ക്കാം. മുളകൊക്കെ ഇവിടെ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങി. നന്നായിട്ട് തിളക്കട്ടെ. ആ തക്കാളിയുടെ തൊലിയൊക്കെ നമുക്കിങ്ങനെ ഊരിയെടുക്കാവുന്ന പരുവത്തിൽ നിന്ന് തിളയ്ക്കണം. ഞാനിവിടെ 2 കപ്പ് മൈദ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ ചെറിയ സ്പൂൺ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ഇടുന്ന പോലത്തെ കാണുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇത് ഇത്രയേ ഉള്ളൂ സ്പൂണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമുക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് തന്നെ കുഴച്ചാൽ മതി, ചൂടുവെള്ളത്തിന് എന്തൊരു ആവശ്യം വരുന്നില്ല. പിന്നെ ഒരു ശകലം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കണേ, ഇല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങി വരില്ല. ഈ സ്പൂണിന് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാമേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നമുക്ക് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. താഴെ പോവാതെ വേണേ, എന്നെപ്പോലെ ചെയ്യരുത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ഇത് ഇരിക്കണം, ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരണം. അങ്ങനെ കുറേ നേരത്തെ യുദ്ധത്തിന് ശേഷം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല റൗണ്ടായിട്ട് വെച്ചൊന്ന് മുകളിലൊന്ന് എണ്ണ തടവി വെക്കാമേ. വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇവിടെ ഇരുന്നുകൊണ്ട് എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം, എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എന്ത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ പിന്നെ ഒരു നാടൻ ടേസ്റ്റ് ആണില്ലേ. അത് ഇവിടെ ഒന്ന് വീർക്കട്ടെ. പിന്നെ നമുക്ക് ബാക്കി ചിക്കൻ്റെ കാര്യം നോക്കണ്ടേ. പിന്നെ വെജ് മോമോസ് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഈ ചിക്കൻ ഇടുന്ന സമയത്ത് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ ഒത്തിരി ഇങ്ങനെ നമുക്ക് അകത്ത് ഫില്ല് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ആ ഒരു പരുവത്തിന് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാൻ പക്ഷേ ഇന്ന് ചിക്കൻ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ബീഫ് ഇട്ടുണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഇട്ട് മോമോസ് ഉണ്ടാക്കാം. ഇവിടെ ചിക്കൻ ഇരുന്നുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എടുക്കുന്നു തന്നെയുള്ളൂ. ഞാനിവിടെ സവോള ചെറുതായിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില ഇനി കുനുകുനാന്ന് അരിയണം. ഈ മോമോസിന് നോർമലി അധികം എരിവ് വരുന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ ഇട്ടാണ് മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. അപ്പം ആദ്യം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചില്ലേ ആ സവോള ഇട്ട് കൊടുക്കാം. 2-3 തണ്ട് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും 1 തണ്ട് പുതിനയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത്. ഇവിടെ എല്ലാവർക്കും എരിവ് വേണം, അപ്പോൾ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം.
കുരുമുളക് പൊടിയുടെ നല്ല മണം വരുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു 4 എല്ലില്ലാത്ത പീസ് ചിക്കൻ, ഒരു ചെറിയ പീസേ, ആ പീസ് വെള്ളത്തിലിട്ട് വേവിച്ചതാണ്. ഇത് ശകലം ഉപ്പൂടി ഇട്ടിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ. എന്നിട്ടത് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തു. നമ്മൾ ഇതാട്ടോ ചിക്കനായിട്ട് ഇതാ ഇങ്ങനെ പൊടിച്ചെടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അരച്ചെടുത്തും യൂസ് ചെയ്യാം, പൊടിച്ചെടുത്ത് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് അരച്ചിട്ട് അങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് ഒന്നുകൂടെ ഒരു പച്ചയ്ക്ക് അരച്ചിട്ടൊരു സുഖം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വേവിച്ചിട്ട് പൊടിച്ചെടുത്തത്. ഇനി ചിക്കൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടെ മിക്സ് ചെയ്യാമേ. അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് നമുക്കിനി വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണ്ടേ. അടുപ്പത്ത് പാൻ വയ്ക്കാം. നമുക്കിത് ഇട്ട് കൊടുക്കാം. സിമ്മാക്കി വെക്കാമേ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3.5 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. 5 മിനിറ്റ്സ് വേണ്ട, ഒരു 4 മിനിറ്റ്സ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാമേ. അപ്പം മതി. ഞാൻ സുധിചേട്ടനെ കൊണ്ടൊന്ന് ടേസ്റ്റൊക്കെ നോക്കിച്ചായിരുന്നു. അപ്പം നമ്മളാ പുഴുങ്ങി വെച്ചിരുന്ന തക്കാളിയൊക്കെ ഇല്ലേ, അത് കണ്ടോ. അപ്പോൾ തൊലി ഇതുപോലെ ഇങ്ങനെ ഊരിയെടുക്കാവേ. ഇനി ഇത് ഫുള്ളൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് ഇതിന് ഫുള്ളിങ്ങനെ അരച്ചെടുക്കാവേ. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുരട്ടി വെച്ചിരുന്ന കുഴച്ച് വെച്ചിരുന്ന മൈദ ഇല്ലേ, അതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ചെറുതായിട്ട് ഉരുട്ടിയെടുത്ത് ചെറിയ ഒരു ചപ്പാത്തിയുടെ പരുവത്തിൽ പരത്തിയെടുക്കണം. പൊടി ഇട്ടിട്ട് വേണേൽ ഒട്ടി പിടിക്കത്തില്ലേ. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നിറച്ച് തിളയ്ക്കാൻ വെക്കാമേ. ഞാൻ പരത്തിയിട്ട് റൗണ്ട് ആവുന്നില്ല. അപ്പം പിന്നെ ഞാൻ അമ്മയെ ഹെൽപ്പിന് വിളിച്ചിരിക്കുക. അപ്പോൾ പരത്തിയിട്ട് റൗണ്ട് ആക്കാൻ വേണ്ടി ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുത്തോണ്ടിരിക്കുക. ഒരുപാട് കട്ടി കുറയ്ക്കരുതേ. ഒരുപാട് കട്ടി കുറച്ചാൽ പൊട്ടിപ്പോകത്തില്ലേ നമ്മളകത്ത് ഫില്ലിങ് വെക്കുമ്പോഴത്തേനും. അതുകൊണ്ട് ഒരുപാട് കട്ടി കുറയ്ക്കാതെ വേണം പരത്തിയെടുക്കാൻ. ഉണ്ടാക്കണ്ടേ, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. നമ്മൾ പരത്തി വെച്ച് ഇപ്പം ഞാൻ ആദ്യം ഒന്ന് ട്രയൽ നോക്കിയിട്ടുണ്ട്. അപ്പം കാണിച്ചു തരാവേ. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനമില്ലേ, പരത്തി വെച്ച സാധനമില്ലേ, അതിങ്ങ് എടുക്കുക. നമ്മുടെ അടിപൊളി ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് സാരിയൊക്കെ മടക്കുന്ന പോലെ ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി 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 എടുക്കണേ. എന്നിട്ടിങ്ങനെ കറക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പത്തേനും ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇഡലിത്തട്ടിലൊക്കെ എണ്ണയൊക്കെ ഇങ്ങനെ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മോമോസ് ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൂലേ. നമ്മളിത് റെഡിയാക്കുമ്പോഴത്തേനും ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ ഒഴിച്ച് വെച്ച വെള്ളം തിളച്ചോളുമല്ലോ.
ഫ്രൈഡ് മോമോസിനുള്ള ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമേ. സെയിം ഫില്ലിങ് തന്നെ, സെയിം ഫില്ലിങ്. ഞാൻ എപ്പോൾ റെക്കോർഡ് ചെയ്താലും ചേട്ടനപ്പം പാത്രം കഴുകാൻ വരും. എന്നാ സെയിം ഫില്ലിങ് തന്നെയാണ് കേട്ടോ അകത്ത് വയ്ക്കുന്നത്. ഒരു ഫോർക്ക് മാത്രം എക്സ്ട്രാ മതി. എടുക്കുക, എന്നിട്ടിങ്ങനെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ മടക്കുക. കണ്ടോ? ഈ ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ കുത്തണം. കണ്ടോ? ഇനി നമുക്ക് ഫ്രൈഡ് മോമോസ് ഉണ്ടാക്കണ്ടേ? അപ്പോഴത്തേനും ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി സിമ്മാക്കാം. നമുക്കിനി അത് ഇട്ട് കൊടുക്കാം. നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ച് മോമോസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് മോമോസ് ആയിട്ടുണ്ട്. ഇനി പതുക്കെ പൊക്കിയെടുക്കാവേ. സ്റ്റീംഡ് മോമോസ് വേവാൻ വേണ്ടിയിട്ട് കറക്റ്റ് 10 മിനിറ്റ് ഇട്ടുള്ളൂ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേനും നമുക്ക് ഫ്രൈഡ് മോമോസ് വാങ്ങുകയും ചെയ്യാം. കറക്റ്റ് 10 മിനിറ്റ് മതി കേട്ടോ വേവാൻ, എളുപ്പമല്ലേ. ഇത് നമ്മൾ അരച്ചെടുത്തില്ലേ തക്കാളിയൊക്കെ, അതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 2-3 കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നും കുഴപ്പമില്ല, ശരിക്കും അറിഞ്ഞില്ല. ഇനി ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാവേ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ സോസിൻ്റെ തന്നെ. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റീംഡ് മോമോസും ഫ്രൈഡ് മോമോസും ഇതേ നമ്മുടെ കൂട്ടി കഴിക്കാനുള്ള സാധനം എന്താ പറയുന്നത്, സോസ് അല്ല ചട്നി, എന്തോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണിലൂടെ അമർത്തുക. നമ്മളിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ മോമോസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എളുപ്പമല്ലേ, എളുപ്പമായിട്ടുണ്ടാക്കാം. പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.